നമുക്കിന്ന് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടമാകുന്ന ഒരു ക്യാരറ്റ് പുട്ടുണ്ടാക്കാമേ. ക്യാരറ്റും പാലും കൂടി ചേർത്തിട്ടാണ് ഈ പുട്ടുണ്ടാക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ള പാലൊന്ന് തിളപ്പിച്ചതിലേക്ക് ഒഴിക്കുകയാണ്. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഈ പൊടി ഒന്ന് കുതിർന്ന് വരും. ആ സമയത്ത് നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് ചിരണ്ടി എടുത്തിട്ട് വരാം. ഞാൻ ആ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം ഒരു കപ്പ് തന്നെ ഇല്ല, ഇതിനകത്തേക്ക് ചേർക്കാം. കൂടെ തന്നെ ഇത് 1 മുറി തേങ്ങയുണ്ട്, അതിൻ്റെ പകുതി ചേർക്കാം. ഇതേ കൂടെ ഒരു സ്പൂണ് ബട്ടർ ഇടുകയാണ്. ബട്ടറോ നെയ്യോ ഏതെങ്കിലും വേണം നമുക്ക് ചേർക്കാം. ആ ചൂടോടുകൂടി തന്നെ പാലിലാണ് നമുക്ക് ഈ ബട്ടർ ഇടാം, അല്ലെങ്കിൽ നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇപ്പം ഞാൻ കുറച്ച് നെയ്യും കൂടി ചേർക്കുക അതിൻ്റെ കൂടെ. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സാക്കി ചിരട്ടയിലോ കുറ്റിയിലോ എവിടെയെങ്കിലും നമുക്കിത് ആവി കയറ്റി എടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് യോജിപ്പിച്ചെടുക്കാമേ. തേങ്ങയും നമ്മുടെ ക്യാരറ്റും, ഏകദേശം 1 കപ്പോളം ക്യാരറ്റ് ഉണ്ടായിരുന്നു. 2 ക്യാരറ്റ് ചിരണ്ടിയിട്ട് 1 കപ്പ് പുട്ടുപൊടിയുണ്ട്. ആ ബട്ടറും എല്ലാം കൂടി പൊടിയിൽ നന്നായിട്ട് മിക്സായി വരുമ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പിടാം. ഞാൻ 2 സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർക്കാൻ പോണേ. കുട്ടികൾക്ക് നന്നായിട്ട് മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് അധികം പഞ്ചസാര ഇടാവേ. ഇപ്പം ഞാൻ കുറച്ച് പഞ്ചസാര ഇടുന്നുള്ളൂ, 2 സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നുകൂടി യോജിപ്പിക്കാം. ഇനി ഞാൻ ഇതുപോലൊരു ചിരട്ട കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കാം. ഇപ്പം ഞാനൊരു ചിരട്ട വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ചിരട്ടയിലാണ് ഞാനിത് ഉണ്ടാക്കാൻ പോണേ. ആദ്യമേ കുറച്ച് തേങ്ങ ഇടാം. ഇതിലേക്ക് ഇത് വാരി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കണേ. ഇത് ആവി വരുന്ന കുക്കറിൻ്റെ പുറത്താണ് ഞാൻ വെക്കുന്നത്. ഇത് ആവി വരുന്ന കുക്കറിൻ്റെ പുറത്തേക്ക് വെച്ച് നമുക്ക് വെന്തെടുക്കാമേ. അപ്പച്ചെമ്പിലാണേലും വേവിക്കാം. ഈ ചിരട്ടയെ നിറച്ച് ഞാൻ ഓരോന്നായിട്ട് ഈ അപ്പച്ചെമ്പിൻ്റെ കുഴിയിലേക്ക് വെക്കാൻ പോവാണേ. പെട്ടെന്ന് നമുക്ക് വെന്തെടുക്കാം. അപ്പം നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടമാകും. വേണമെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കഴിക്കാം. കറിയൊന്നും വേണ്ടതിന്. ഈ പുട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ.